നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് LP-UP സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കായ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന മേഖലയിൽ നിന്നുമുള്ള കേരള വിദ്യാഭ്യാസ ഭരണ രംഗത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം എന്ന് നോക്കുമ്പോൾ കേരള വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിലേക്ക് കൂടി നമ്മളൊന്ന് എത്തി നോക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ആധുനിക വിദ്യാഭ്യാസ രീതി പ്രചാരത്തിൽ വരുന്നതിന് മുൻപ് കേരളത്തിൽ പഠനത്തിനായിട്ടുണ്ടായിരുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ എഴുത്തുപള്ളികൾ അഥവാ കുടിപ്പള്ളിക്കൂടങ്ങളെന്ന് വിളിച്ചിരുന്നത്. അതായത് കേരളത്തിൽ വിദ്യാഭ്യാസ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആധുനിക വിദ്യാഭ്യാസ രീതി പ്രചാരത്തിൽ വരുന്നതിന് മുൻപ് കേരളത്തിൽ പഠനത്തിനായിട്ടുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുടിപ്പള്ളിക്കൂടങ്ങൾ അഥവാ എഴുത്തുപള്ളികൾ എന്ന പേരിലായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നിർബന്ധിതമാക്കിയ ഒരു ഭരണാധികാരി എന്ന രീതിയിലാണ് റാണി ഗൗരി പാർവതിഭായി അറിയപ്പെടുന്നത് അല്ലെങ്കിൽ സ്മരിക്കപ്പെടുന്നത്. 1817 പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നിർബന്ധിതമാക്കിയത്. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളുകളാണ് മിഷനറിമാർ എന്ന പേരിൽ അറിയപ്പെടുന്നവർ. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രധാന പങ്കുവഹിച്ചവരാണ് മിഷനറിമാർ. അവരിൽ പ്രധാനികളാണ് ഡോക്ടർ ബെർണാഡിൻ ബച്ചനല്ലി, റവറൻഡ് മേഡ്, റവറൻഡ് ഡൗസൺ, റവറൻഡ് ഹബീക്ക് എന്നിവർ. റവറൻഡ് ഹബീക്ക്, റവറൻഡ് ഡൗസൺ, റവറൻഡ് മേഡ്, ഡോക്ടർ ബെർണാഡിൻ ബെച്ചിനെല്ലി എന്നിവരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരെന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് മട്ടാഞ്ചേരി സ്കൂൾ. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് മട്ടാഞ്ചേരി സ്കൂൾ. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ്. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. ക്രിസ്ത്യൻ ഡേവിഡ് സ്കൂൾ എന്ന പേരിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായ പ്രദേശമാണ് തിരുവനന്തപുരം. ക്രിസ്ത്യൻ ഡേവിഡ് സ്കൂൾ എന്ന പേരിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായ പ്രദേശമാണ് തിരുവനന്തപുരം. ജോൺ റോബർട്ട്സൺ ആണ് ഇതിൻ്റെ ആദ്യ പ്രിൻസിപ്പളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജോൺ റോബർട്ട്സൺ ആണ് ഇതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ. മലബാറിലെ ആദ്യത്തെ പാശ്ചാത്യ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ബേസൽ മിഷൻ കല്ലായിയിൽ സ്ഥാപിച്ച 1848 സ്ഥാപിച്ച പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത്. മലബാറിലെ ആദ്യത്തെ പാശ്ചാത്യ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ബേസൽ മിഷൻ കല്ലായിയിൽ 1848 സ്ഥാപിച്ച പ്രൈമറി സ്കൂൾ. തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷനറി സംഘടനയാണ് LMS അഥവാ ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്നത്. തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷനറി സംഘടനയാണ് LMS അഥവാ ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്നത്. മധ്യ കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷനറി സംഘടനയുടെ പേരാണ് CMS അഥവാ ചർച്ച് മിഷൻ സൊസൈറ്റി. മധ്യ കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷനറി സംഘടനയുടെ പേരാണ് CMS അഥവാ ചർച്ച് മിഷൻ സൊസൈറ്റിയാണ് മധ്യ കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്തത്. മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷനറി സംഘടനയാണ് BEM അഥവാ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയുന്നത്. മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷനറി സംഘടനയാണ് BEM അഥവാ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. പിന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂറിലെ ഭരണാധികാരിയുടെ പേരാണ് ശ്രീമൂലം തിരുനാൾ. പിന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂറിലെ ഭരണാധികാരിയുടെ പേരാണ് ശ്രീമൂലം തിരുനാൾ. 1903 ഇത് സൗജന്യമായി നൽകിയത്. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായ വർഷമാണ് 1834. 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായ വർഷം. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളായിരുന്നു. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയിൽ വിപുലമായ മാറ്റം വരുത്തിയ കമ്മിറ്റി 1933 സ്റ്റഥാം കമ്മിറ്റിയായിരുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയിൽ വിപുലമായ മാറ്റം വരുത്തിയ കമ്മിറ്റി 1933 സ്റ്റഥാം കമ്മിറ്റിയായിരുന്നു. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും സാർവത്രികവുമാക്കിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ ഉത്തരവിറക്കിയ വർഷമാണ് 1944-45 കാലഘട്ടം. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും സാർവത്രികവുമാക്കിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ ഉത്തരവിറക്കിയ വർഷമാണ് 1944-45 കാലഘട്ടം. ഇംഗ്ലീഷ് സ്കൂളുകളിൽ പഠനമാധ്യമം മാതൃഭാഷയാക്കിയ വർഷമാണ് 1945. ഇംഗ്ലീഷ് സ്കൂളുകളിൽ പഠനമാധ്യമം മാതൃഭാഷയാക്കിയ വർഷമാണ് 1945. 1949 തിരുവിതാംകൂർ കൊച്ചി സമായോജനത്തോടെ ഏകീകൃത പഠന സമ്പ്രദായം നിലവിൽ വരികയാണ്. 1949 തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെ ഏകീകൃത പഠന സമ്പ്രദായം നിലവിൽ വരികയാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 10ാം തരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന പരീക്ഷ, അതിൻ്റെ പേരാണ് സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്
എന്ന SSLC പരീക്ഷ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 10ാം തരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തുന്ന പരീക്ഷയാണ് സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റിനുള്ള SSLC പരീക്ഷ. കേരളത്തിൽ ആദ്യ SSLC പരീക്ഷ നടന്ന വർഷമാണ് 1952 മാർച്ച്. കേരളത്തിൽ ആദ്യ SSLC പരീക്ഷ നടന്ന വർഷമാണ് 1952 മാർച്ച്. SSLCയുടെ മുൻകാല പേര് ESLC എന്നായിരുന്നു. SSLCയുടെ മുൻകാല പേര് ESLC എന്നായിരുന്നു. കേരളത്തിൽ എല്ലാ മിഡിൽ സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും ഹിന്ദി നിർബന്ധിതമാക്കിയ വർഷമാണ് 1953-54. കേരളത്തിൽ എല്ലാ മിഡിൽ സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും ഹിന്ദി നിർബന്ധമാക്കിയ വർഷമാണ് 1953-54 വർഷം. ലോവർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസം സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും സൗജന്യമാക്കിയത് 1954-55 കാലഘട്ടത്തിലായിരുന്നു. ലോവർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസം സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും സൗജന്യമാക്കിയത് 1954-55 കാലഘട്ടത്തിലായിരുന്നു. ഹൈസ്കൂൾ കോഴ്സ് 10 വർഷമായും ഹയർ സെക്കൻഡറി കോഴ്സ് 12 വർഷമായും ഭേദഗതി ചെയ്ത വർഷമാണ് 1958. ഹൈസ്കൂൾ കോഴ്സ് 10 വർഷമായും ഹയർ സെക്കൻഡറി കോഴ്സ് 12 വർഷമായും ഭേദഗതി ചെയ്ത വർഷമാണ് 1958. 1958-59 മുതൽ ഇംഗ്ലീഷ് അധ്യയനം 5ാം ക്ലാസ് മുതലും ഹിന്ദി അധ്യയനം 6ാം ക്ലാസ്സിലുമാണ് ആരംഭിച്ചത്. 1958-59 മുതൽ ഇംഗ്ലീഷ് അധ്യയനം 5ാം ക്ലാസ് മുതലും ഹിന്ദി അധ്യയനം 6ാം ക്ലാസ്സിലുമാണ് ആരംഭിച്ചത്. 1960-61 ഇംഗ്ലീഷ് അധ്യയനം 3ാം ക്ലാസ് മുതലാണ് ആരംഭിക്കുന്നത്. 1960-61 മുതൽ ഇംഗ്ലീഷ് അധ്യയനം 3ാം ക്ലാസ് മുതലാണ് ആരംഭിച്ചത്. 1962 പഠന പദ്ധതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഐഹിക വിഷയം 1 മതിയെന്ന് തീരുമാനമായി. 1962 പഠന പദ്ധതിയിൽ മാറ്റം വരുത്തി ഐഹിക വിഷയം 1 മതിയെന്ന് തീരുമാനിച്ചു. 1964 ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഐച്ഛിക വിഷയങ്ങൾ റദ്ദാക്കുകയുണ്ടായി. 1963 ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഐച്ഛിക വിഷയങ്ങൾ റദ്ദാക്കുകയുണ്ടായി. കേരളത്തിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണത്തിനായി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പ്രൊഫസർ ഖാദർ കമ്മിറ്റി. കേരളത്തിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണത്തിനായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പ്രൊഫസർ ഖാദർ കമ്മിറ്റി. 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം കുട്ടിക്ക് 1 അതിൽ കൂടുതലോ തൊഴിൽ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ വന്നതാണ് VHSE. 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം കുട്ടിക്ക് 1 അതിൽ കൂടുതലോ തൊഴിൽ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ വന്നതാണ് VHSE. കേരളത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ആരംഭിച്ച വർഷമാണ് 1983-84 എന്നത്. കേരളത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ആരംഭിച്ച വർഷമാണ് 1983-84 വർഷം. +2 സ്കൂളുകൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകൃതമായ വർഷമാണ് 1990. +2 സ്കൂളുകൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകൃതമായ വർഷമാണ് 1990. ഹൈസ്കൂളുകളോട് ചേർന്ന് +2 സംവിധാനം നിലവിൽ വന്നത് 1998-2000 ആണ്ടിലായിരുന്നു. ഹൈസ്കൂളുകളോട് ചേർന്ന് +2 സംവിധാനം നിലവിൽ വന്നത് 1998-2000 ആണ്ടിലായിരുന്നു. ഇന്ത്യയിലെ ആദ്യ ഭിന്നലിംഗക്കാർക്കുള്ള സ്കൂൾ നിലവിൽ വന്നത് കൊച്ചിയിലാണ്. സഹജ് ഇൻ്റർനാഷണൽ സ്കൂൾ ആണ് ഇത്. കൊച്ചിയിലെ ആദ്യ ഭിന്നലിംഗക്കാർക്കുള്ള സ്കൂൾ നിലവിൽ വന്നത് കൊച്ചിയിലെ സഹജ് ഇൻ്റർനാഷണൽ സ്കൂളായിരുന്നു. കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്നത് 2005-ലായിരുന്നു. കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്നത് 2005-ലായിരുന്നു. സൈനിക സ്കൂൾ എന്ന ആശയം മുന്നോട്ട് വച്ച വ്യക്തിയാണ് VK കൃഷ്ണമേനോൻ. സൈനിക സ്കൂൾ എന്ന ആശയം മുന്നോട്ട് വച്ച വ്യക്തിയാണ് VK കൃഷ്ണമേനോൻ. കേരളത്തിൽ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കഴക്കൂട്ടം. കേരളത്തിൽ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം. ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. 2016 ജനുവരി 13-നാണ് ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനമായിട്ട് കേരളം നിലവിൽ വരുന്നത്. അതുല്യം പദ്ധതിയുടെ ഭാഗമായാണ് ഈ നേട്ടം കേരളം കൈവരിച്ചത്. അതുല്യം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ നേട്ടം കേരളം കൈവരിച്ചത്. സാക്ഷരതാ മിഷൻ്റെ പുതിയ പേരാണ് ലീപ് കേരള മിഷൻ എന്നത്. സാക്ഷരതാ മിഷൻ്റെ പുതിയ പേരാണ് ലീപ് കേരള മിഷൻ എന്നത്. ലീപ് കേരള മിഷൻ്റെ 4ാം ക്ലാസ് തുല്യത ആണ് അതുല്യം എന്നത്. ലീപ് കേരള മിഷൻ്റെ 4ാം ക്ലാസ് തുല്യതയാണ് അതുല്യം എന്നത്. കേരള വിദ്യാഭ്യാസ ബിൽ 1957 ഇനി നമുക്ക് പഠിക്കാനുള്ളത്. കേരള വിദ്യാഭ്യാസ ബിൽ 1957 ഇനി നമുക്ക് പഠിക്കുവാനുള്ളത്. കേരള വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കേരള വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. വിദ്യാഭ്യാസ ബില്ലിൻ്റെ കരട് രൂപം നിയമസഭയിൽ അവതരിപ്പിച്ചത് 1957 ജൂലൈ 13-നാണ്. വിദ്യാഭ്യാസ ബില്ലിൻ്റെ കരട് രൂപം നിയമസഭയിൽ അവതരിപ്പിച്ചത് 1957 ജൂലൈ 13-നാണ്.
1957 സെപ്റ്റംബർ 2 ബില്ല് പാസ്സാക്കുകയുണ്ടായി. 1957 സെപ്റ്റംബർ 2 ബില്ല് പാസ്സാക്കുകയുണ്ടായി. ഗവർണർക്ക് സമർപ്പിച്ച ബില്ല് ഇന്ത്യൻ പ്രസിഡന്റിന് അയക്കുകയാണ് ചെയ്തത്. 1957 സെപ്റ്റംബർ 2 ബിൽ പാസ്സാക്കുകയും ഈ ബില്ല് ഗവർണർക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഗവർണർ ഇത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അംഗീകാരത്തിനായിട്ട് അയക്കുകയാണുണ്ടായത്. പ്രസിഡന്റ് ആവട്ടെ ഇത് വിദഗ്ധ ഉപദേശത്തിനായിട്ട് സുപ്രീം കോടതിയിലേക്ക് റഫർ ചെയ്തു. സുപ്രീം കോടതിയിലേക്ക് റഫർ ചെയ്യുകയാണുണ്ടായത്. സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു നിയമം ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം കോടതിക്ക് റഫർ ചെയ്ത ആദ്യ അവസരമായിരുന്നു കേരള വിദ്യാഭ്യാസ ബില്ല്. സുപ്രീം കോടതിയുടെ അഭിപ്രായം പരിഗണിച്ച് സംസ്ഥാന നിയമസഭ വീണ്ടും ഭേദഗതികളുടെ ബില്ല് പരിഗണിക്കുകയും 1958 നവംബർ 28 പാസ്സാക്കുകയും ചെയ്തു. 1959 ഫെബ്രുവരി 19 വിദ്യാഭ്യാസ ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകി. കേരളത്തിൽ വിദ്യാഭ്യാസ നിയമം ഇതോടുകൂടി പ്രാബല്യത്തിൽ വന്നത് 1959 ജൂൺ 1 വയോജന വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ സ്ഥാപനത്തിൻ്റെ പേരാണ് കാൻഫെഡ് എന്നാണ് അറിയപ്പെടുന്നത്. വയോജന വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ സ്ഥാപനമാണ് കാൻഫെഡ്. 1977 കാൻഫെഡ് നിലവിൽ വന്നത്. ഇതിൻ്റെ സ്ഥാപകൻ PN പണിക്കരായിരുന്നു. PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായന ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായന ദിനമായി ആചരിച്ചു വരുന്നത്. ഇനി നമുക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ ഭരണ സംവിധാനത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തലവനായിട്ട് വരുന്ന സമ്പ്രദായമാണ് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലായിട്ട് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കീഴിലായിട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കീഴിലായി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരും, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് കീഴിലായിട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ അഥവാ DE എന്ന തസ്തികയുമാണുള്ളത്. DEമാരുടെ ചുവട്ടിലായിട്ട് അല്ലെങ്കിൽ കീഴിലായിട്ട് വരുന്നതാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരും. ഈ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് താഴെയാണ് പ്രഥമ അധ്യാപകനും വരുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ആവശ്യം സാർവത്രികമായ ഗുണനിലവാരമാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ആവശ്യം സാർവത്രികമായ ഗുണനിലവാരമാണ്. യൂണിവേഴ്സൽ ക്വാളിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ആവശ്യം സാർവത്രികമായ ഗുണനിലവാരം ഉറപ്പാക്കുക എന്നതാണ്. അതിനായി കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനത്തെ പല തലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭരണനിർവഹണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭരണനിർവഹണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. പ്രീ പ്രൈമറി മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രീ പ്രൈമറി മുതൽ 12ാം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. സംസ്ഥാനത്തെ ഓരോ റവന്യൂ ജില്ലയ്ക്കും ഒരു ജില്ലാതല പൊതുവിദ്യാഭ്യാസ ഓഫീസർ ഉണ്ട്. സംസ്ഥാനത്തെ ഓരോ റവന്യൂ ജില്ലയ്ക്കും ഒരു ജില്ലാതല പൊതുവിദ്യാഭ്യാസ ഓഫീസർ ഉണ്ട്. ഈ ഓഫീസർ അറിയപ്പെടുന്നത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അഥവാ DE ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്. ഓരോ റവന്യൂ ജില്ലയെയും ഭരണ സൗകര്യാർത്ഥം വിദ്യാഭ്യാസ ജില്ലകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഓരോ റവന്യൂ ജില്ലയെയും ഭരണ സൗകര്യാർത്ഥം വിദ്യാഭ്യാസ ജില്ലകളായി വിഭജിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ജില്ലയുടെ ഭരണത്തലവൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ DE, അതായത് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറാണ് വിദ്യാഭ്യാസ ജില്ലയുടെ ഭരണത്തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിദ്യാഭ്യാസ ജില്ലയെ വിവിധ വിദ്യാഭ്യാസ ഉപജില്ലകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ജില്ലയെ വിവിധ വിദ്യാഭ്യാസ ഉപജില്ലകളായി വിഭജിച്ചിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ 2 അതിൽ കൂടുതലോ വിദ്യാഭ്യാസ ഉപജില്ലകൾ ഉണ്ടാകും. ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ 2 അതിൽ കൂടുതലോ വിദ്യാഭ്യാസ ഉപജില്ലകൾ ഉണ്ടാകും. ഉപജില്ലയുടെ തലവൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഥവാ AEO ആണ്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് AEO, അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വിദ്യാഭ്യാസ ജില്ല ഉപജില്ലാ സംവിധാനത്തിന് താഴെയാണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസ ജില്ല വിദ്യാഭ്യാസ ജില്ല എന്ന് വെച്ചാൽ ഉപജില്ലാ സംവിധാനം, അതിന് താഴെയായിട്ടാണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. സ്കൂളിൻ്റെ മേലധികാരി എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രഥമ അധ്യാപകനാണ്. സ്കൂളിൻ്റെ മേലധികാരി പ്രഥമ അധ്യാപകനാണ്. കേരളത്തിലാകെ 41 വിദ്യാഭ്യാസ ജില്ലകളും 163 ഉപജില്ലകളുമാണുള്ളത്. കേരളത്തിലാകെ 41 വിദ്യാഭ്യാസ ജില്ലകളും 163 ഉപജില്ലകളുമാണ് ഉള്ളത്. ഒരു ഉപജില്ലയിലെ എല്ലാ പ്രൈമറി സ്കൂളുകളുടെയും ഭരണ ചുമതല വഹിക്കുന്നതാണ് AEO. ഒരു ഉപജില്ലയിലെ എല്ലാ പ്രൈമറി സ്കൂളുകളുടെയും ഭരണ ചുമതല നിർവഹിക്കുന്നത് AEO-യാണ്. വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകളുടെയും ചുമതല വഹിക്കുന്നത് DEO-യുമാണ്. വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകളുടെയും ചുമതല വഹിക്കുന്നത് DEO-യുമാണ്. റവന്യൂ ജില്ലകളിലെ എല്ലാ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെയും പ്രൈമറി ഹൈസ്കൂളുകളുടെയും TTIകളുടെയും മേൽനോട്ട ചുമതല വഹിക്കുന്നത് DDE-ആണ്. റവന്യൂ ജില്ലകളിലെ
എല്ലാ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെയും പ്രൈമറി ഹൈസ്കൂളുകളുടെയും TTIകളുടെയും മേൽനോട്ട ചുമതല വഹിക്കുന്നത് DDE അഥവാ ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ഓഫീസറാണ്. DDEയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അല്ലെ, DDEയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ: ജില്ലയിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുക, ജില്ലയിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളുടെ നടപ്പിലാക്കൽ, ജില്ലാതല കലോത്സവം, ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യ മേളകൾ, IT പ്രവൃത്തി പരിചയം, കായികമേള തുടങ്ങിയവയുടെ സംഘാടനമെല്ലാം ഇതിൽപ്പെടുന്നുണ്ട്. ഇപ്പോൾ ജില്ലാതല കലോത്സവം, ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര മേളകൾ, IT പ്രവൃത്തി പരിചയം, കായികമേള തുടങ്ങിയവയുടെ സംഘാടനമാണ് ഇവിടെയുള്ളത്. ഇനി സ്കൂളുകളുടെ അക്കാഡമിക് മോണിറ്ററിംഗ് ഉണ്ടല്ലോ, സ്കൂളുകളുടെ അക്കാദമിക് മോണിറ്ററിംഗ്. ഉപജില്ല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളുടെ പ്രവർത്തന മേൽനോട്ടം ഇതിൽപ്പെടുന്നതാണ്. അപ്പോൾ സ്കൂളുകളുടെ അക്കാദമിക് മോണിറ്ററിംഗ് നോക്കിയാൽ എന്താണ്? ഉപജില്ല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളുടെ പ്രവർത്തന മേൽനോട്ടം ഇതിൽ വരുന്നുണ്ട്. AEO, DEO, മറ്റ് വിദ്യാഭ്യാസ ഓഫീസർമാർ എന്നിവരുടെ കോൺഫറൻസുകൾ സമയബന്ധിതമായിട്ട് ഇവിടെ സംഘടിപ്പിക്കേണ്ടതായി വരുന്നുണ്ട്. AEO, DEO, മറ്റ് വിദ്യാഭ്യാസ ഓഫീസർമാർ എന്നിവരുടെ കോൺഫറൻസുകൾ സമയബന്ധിതമായിട്ട് ഇവിടെ സംഘടിപ്പിക്കേണ്ടതായി വരുന്നുണ്ട്. അധ്യാപക പരിശീലനങ്ങളുടെ ജില്ലാതല ചുമതല ഇവിടെ നിർവഹിക്കേണ്ടതായി വരുന്നുണ്ട്. അധ്യാപക പരിശീലനങ്ങളുടെ ജില്ലാതല ചുമതല ഇവിടെ നിർവഹിക്കേണ്ടതായി വരുന്നുണ്ട്. DEI എഡ്യൂക്കേഷൻ, PPTTC അഡ്മിഷൻ, നിയമനം, മേൽനോട്ടം തുടങ്ങിയവയെല്ലാം ഈ പറയുന്ന ആരുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്? DDEയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതാണ്. ഇനി DEOമാരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അല്ലെ, DEOമാരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ: വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ സന്ദർശിക്കുക, അക്കാദമികവും ഭരണപരവുമായിട്ട് മേൽനോട്ടം വഹിക്കുക. അക്കാദമിക് മോണിറ്ററിംഗ് അതേപോലെ തന്നെ ടീം മോണിറ്ററിങ്ങും DEOമാരുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. വിദ്യാഭ്യാസ ജില്ലാതലത്തിൽ കലോത്സവങ്ങളും മറ്റു മേളകളും സംഘടിപ്പിക്കേണ്ടതും ആരാണ്? DEOയാണ്. ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർമാരുടെയും AEOമാരുടെയും കോൺഫറൻസുകൾ നടത്തൽ. AEOമാരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. വിദ്യാഭ്യാസ ഉപജില്ലയിലെ പ്രൈമറി സ്കൂളുകൾ സന്ദർശിച്ച് അക്കാദമികവും ഭരണപരവുമായ മേൽനോട്ടം നടത്തുക. അക്കാദമിക ടീം മോണിറ്ററിംഗ് നടപ്പിലാക്കുക. ഉപജില്ലാതല മേളകൾ സംഘടിപ്പിക്കുക. പ്രൈമറി ഹെഡ് മാസ്റ്റർമാരുടെ കോൺഫറൻസുകൾ വിളിച്ചു ചേർത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രോഗ്രാമുകൾ നടപ്പിലാക്കൽ. വിദ്യാലയ ഭരണ സംവിധാനം, അതാണ് ഈ പറയുന്ന DEOമാരുടെ ചുമതലകളെന്ന് പറയുന്നത്. ഇനി പ്രഥമ അധ്യാപകർ, അല്ല, വിദ്യാലയ ഭരണ സംവിധാനം എങ്ങനെയാണ് അത് നമുക്ക് നോക്കാം. അല്ല, വിദ്യാലയ ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു വിദ്യാലയത്തിൽ പ്രഥമ അധ്യാപകനാണ് മുകളിൽ വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ഓർഡർ ഉള്ളത് പ്രഥമ അധ്യാപകനാണ്. അതിനുശേഷം വരുന്നത് അധ്യാപകരാണ്. അധ്യാപകർ കഴിഞ്ഞാൽ വരുന്നത് PTA അഥവാ പേരൻറ്റ് ടീച്ചർ അസോസിയേഷനാണ്. അതായത് അടുത്തത് വരുന്നത് SRG ആണ്. അതായത് SRG എന്ന് പറയുന്ന മീറ്റിംഗ് ഉണ്ട്. അടുത്തത് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. അല്ലെ, സ്കൂൾ റിസർച്ച് അല്ലെങ്കിൽ റിസോഴ്സ് ഗ്രൂപ്പാണ് SRG എന്ന് പറയുന്നത്. സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി, അടുത്തത് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ്. അതിന് താഴെയാണ് SPG, അതായത് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവിടെയാണ്. പിന്നെ ക്ലാസ് PTA ഉണ്ട്, പിന്നെ മദർ PTA ഉണ്ട്, അമ്മമാർ ഉൾപ്പെടുന്നതാണ് മദർ PTA. അതിനുശേഷം വിവിധ കലാകായിക പ്രവൃത്തി പരിചയ മേളയുണ്ട്. പിന്നീട് വരുന്ന സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിവിധ പരീക്ഷകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ സ്കൂൾ കൗൺസിലിംഗ് സെൻറ്ററുകളുണ്ട്. SPC സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്ന SPC ഇവിടെ വരുന്നുണ്ട്. പിന്നെ NCC നാഷണൽ കേഡറ്റ് കോർപ്സ് ഇവിടെയുണ്ട്. NSS ഉണ്ട്, അതായത് നാഷണൽ സർവീസ് സ്കീമാണ് NSS എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ സ്കൂൾ ക്യാൻറ്റീനുണ്ട്. പിന്നെ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇവിടെയാണ് വരുന്നത്. പിന്നെ ORC, അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന ORC ഇവിടെയാണുള്ളത്. ജൈവ വൈവിധ്യ ഉദ്യാനം അതിവിടെയുണ്ട്. SSG, സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് ഇവിടെയാണുള്ളത്. അടുത്തത് വിവിധതരം ലാബുകളാണുള്ളത്, വിവിധതരം ലാബുകൾ. പിന്നെ കളിസ്ഥലങ്ങളുണ്ട്, കളിസ്ഥലങ്ങൾ. വിവിധതരം ക്ലബ്ബുകൾ ഇവിടെയുണ്ട്, വിവിധതരം ക്ലബ്ബുകളുണ്ട്. കലാകായിക പരിശീലനങ്ങളുണ്ട്. പ്രഥമാധ്യാപകൻ്റെ ചുമതലകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. അല്ലേ, പ്രഥമാധ്യാപകൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. സ്കൂളിൻ്റെ ഭരണപരവും അക്കാദമികവുമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്രഥമ അധ്യാപകരാണ്. അപ്പോൾ സ്കൂളിൻ്റെ ഭരണപരവും അക്കാദമികവുമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്രഥമ അധ്യാപകരാണ്. സ്കൂൾ വികസന പദ്ധതി തയ്യാറാക്കുന്നത് പ്രഥമ അധ്യാപകരാണ്. വിദ്യാലയ അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് അധ്യാപകരാണ്. പാഠ ആസൂത്രണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് പ്രഥമാധ്യാപകരാണ്. സ്കൂൾ മോണിറ്ററിംഗ് നടത്തൽ, ക്ലാസ് മോണിറ്ററിംഗ് നടത്തൽ, ക്ലാസ് എടുക്കൽ ഇവയ്ക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ജനാധിപത്യപരമായ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരെ പ്രവർത്തന പങ്കാളികളാക്കുന്നുണ്ട്. SRG എന്നത് ഫലപ്രദമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഭരണപരമായ നേതൃത്വം, പൊതുചുമതല നിർവഹിക്കൽ ഇവയെല്ലാം നൽകുന്നുണ്ട്. പിന്നെ കോൺഫറൻസുകളിൽ പങ്കെടുക്കണം. SMC, PTA, MBTA, CPTA ഇവയ്ക്കൊക്കെ നേതൃത്വം നൽകേണ്ടുന്നത് പ്രഥമാധ്യാപകൻ്റെ ചുമതലയാണ്.
ഇനി നമുക്ക് അധ്യാപകരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തെല്ലാമെന്ന് നോക്കാം. അധ്യാപകരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തെല്ലാമാണ്? കുട്ടികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ചുറ്റുപാടുകളെ അടുത്തറിയുവാനായിട്ട് പരിശ്രമം നടത്തേണ്ടതുണ്ട്. അതേപോലെ അധ്യാപകൻ എപ്പോഴും ഒരു ഗവേഷണ സ്വഭാവം ഉള്ളയാളായിരിക്കണം. അദ്ദേഹം കുട്ടികളുടെ സഹായിയായിട്ട് മാറേണ്ടുന്ന വ്യക്തിയും കൂടിയാണ്. മാത്രമല്ല നിരന്തരം പഠിക്കുന്ന ഒരു നിരന്തര പഠിതാവാകണം. കുട്ടിയോടൊപ്പം പഠിക്കുന്ന സഹപഠിതാവായിട്ട് മാറണം. കുട്ടികൾ പഠന നേട്ടം കൈവരിക്കുവാൻ വേണ്ടുന്ന ആസൂത്രണങ്ങൾ നടത്തിക്കൊടുക്കേണ്ടതാണ്. അതേപോലെ ജനാധിപത്യപരമായ രീതിയെ അവലംബിക്കേണ്ടതാണ്. ശിശു സൗഹൃദമായ ക്ലാസ് അന്തരീക്ഷം ഒരുക്കി കൊടുക്കണം. വൈവിധ്യപൂർണമായ പഠനതന്ത്രങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. മികച്ച പഠന സഹായികൾ നിർമ്മിച്ച് ഇവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട്. വാതിൽപ്പുറ പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടയാളും അധ്യാപകൻ തന്നെയാണ്. ഇനി അധ്യാപകർ തയ്യാറാക്കി സൂക്ഷിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട രേഖകളുണ്ട്. ഏതെല്ലാം രേഖകളാണ് അധ്യാപകർ തയ്യാറാക്കി സൂക്ഷിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. കുട്ടികളുടെ ഹാജര് ബുക്ക് സൂക്ഷിക്കണം. കുട്ടികളുടെ പഠന പുരോഗതി രേഖ സൂക്ഷിക്കണം. ടീച്ചിങ് മാനുവൽ സൂക്ഷിക്കണം. വിവിധ പഠന സാമഗ്രികളുടെ ശേഖരം സൂക്ഷിക്കണം. മൂല്യനിർണ്ണയ രേഖകൾ സൂക്ഷിക്കണം. CPTA-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ നോക്കണം. സ്കൂളിൽ സൂക്ഷിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട രേഖകളുണ്ടല്ലോ. സ്കൂളിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ അതെല്ലാമാണ്. സ്കൂളിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ അധ്യാപകർക്കുള്ള ഹാജർ പുസ്തകം, ടൈം ടേബിള്, ക്ലാസ്സിൻ്റെ ടൈം ടേബിള്, ലോഗ് ബുക്കുകൾ, അതേപോലെ ക്യുമുലേറ്റീവ് റിക്കാർഡുകൾ, പരീക്ഷാഫലം രേഖപ്പെടുത്തുന്ന റിക്കാർഡുകൾ, അഡ്മിഷൻ രജിസ്റ്ററുകൾ, TC കൊടുത്തു വിടുന്ന വിടുതൽ സർട്ടിഫിക്കറ്റുകൾ, ഫീസ് രജിസ്റ്ററുകൾ, ടീച്ചിങ് മാനുവൽ രജിസ്റ്ററുകൾ, അക്കാദമിക് മാസ്റ്റർ പ്ലാനുകൾ, നോട്ടീസ് ബുക്കുകൾ, ഇൻസ്പെക്ഷൻ ഡയറികൾ, സ്റ്റോക്ക് രജിസ്റ്ററുകൾ, സന്ദർശക ഡയറികൾ, അതേപോലെ തന്നെ സ്റ്റാഗ്നേഷൻ രജിസ്റ്ററുകൾ, ക്യാഷ് ബുക്കുകൾ, അക്വിറ്റൻസ് രജിസ്റ്ററുകൾ, ചലാൻ രജിസ്റ്ററുകൾ, ഇതെല്ലാം കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടുന്ന ബുക്കുകളാണ്. പ്രഥമ അധ്യാപകരുടെ ക്ലാസ് മോണിറ്ററിങ്ങും വിദ്യാലയ മോണിറ്ററിങ്ങും എന്താണെന്ന് നോക്കാം അല്ലെ. പ്രഥമ അധ്യാപകരുടെ ക്ലാസ് മോണിറ്ററിങ്ങും വിദ്യാലയ മോണിറ്ററിങ്ങും. ഒരു വിദ്യാലയത്തിലെ അക്കാഡമിക് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്രഥമ അധ്യാപകനാണ്. ഒരു വിദ്യാലയത്തിലെ അക്കാദമിക് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതാരാണ്? പ്രഥമ അധ്യാപകനാണ്. സഹ അധ്യാപകരെ പോലെ ക്ലാസ് എടുക്കേണ്ട ഉത്തരവാദിത്വവും ആർക്കുണ്ട്? പ്രഥമ അധ്യാപകർക്കുണ്ട്. സഹ അധ്യാപകരെ പോലെ ക്ലാസ് എടുക്കേണ്ട ഉത്തരവാദിത്വവും പ്രഥമ അധ്യാപകർക്കുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹെഡ് മാസ്റ്ററുടെയും SRG കൺവീനറുടെയും നേതൃത്വത്തിൽ SRG മീറ്റിംഗ് നടത്തേണ്ടതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹെഡ് മാസ്റ്ററുടെയും SRG കൺവീനറുടെയും നേതൃത്വത്തിൽ SRG മീറ്റിംഗ് നടത്തേണ്ടതാണ്. ഫലപ്രദമായ ഒരു സ്കൂൾ എന്ന ആശയം നടപ്പിലാക്കാൻ ഹെഡ് മാസ്റ്റർ നേതൃത്വം കൊടുക്കേണ്ടതാണ്. ഫലപ്രദമായ ഒരു സ്കൂൾ എന്ന ആശയം നടപ്പിലാക്കാൻ ഹെഡ് മാസ്റ്റർ നേതൃത്വം കൊടുക്കേണ്ടതാണ്. PTA, SSG എന്ന സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പാണ്. PTA, SSG തുടങ്ങിയവയുടെയും മറ്റും സഹായത്തോടെ സ്കൂൾ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള പരിശ്രമം ഇവിടെ നടത്തപ്പെടേണ്ടതാണ്. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ സഹായത്തോടെയും മറ്റ് ജനപ്രതിനിധികളുടെ സഹായത്തോടെയും സ്കൂളിനാവശ്യമായ എല്ലാ ഭൗതിക സൗകര്യങ്ങൾക്കുമുള്ള ഫണ്ട് കണ്ടെത്തേണ്ടതാണ്. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ സഹായത്തോടെയും മറ്റ് ജനപ്രതിനിധികളുടെ സഹായത്തോടെയും സ്കൂളിനാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾക്കുമുള്ള ഫണ്ട് ഇവിടെ കണ്ടെത്തേണ്ടതാണ്. അധ്യയന വർഷ ആരംഭത്തിന് മുമ്പ് തന്നെ സ്കൂൾ വികസന പദ്ധതിയും അക്കാദമിക മാസ്റ്റർ പ്ലാനും തയ്യാറാക്കിയിരിക്കേണ്ടതാണ്. അധ്യയന വർഷ ആരംഭത്തിന് മുമ്പ് തന്നെ സ്കൂൾ വികസന പദ്ധതിയും അക്കാദമിക് മാസ്റ്റർ പ്ലാനും തയ്യാറാക്കിയിരിക്കേണ്ടതാണ്. അക്കാദമിക് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് പ്രഥമാധ്യാപകരാണ്. അക്കാദമിക മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് പ്രഥമ അധ്യാപകരാണ്. ക്ലാസുകൾ ഫലപ്രദമാകണമെങ്കിൽ പ്രഥമാധ്യാപകരുടെ ക്ലാസ് മോണിറ്ററിംഗ് ശക്തമായിരിക്കണമെന്നാണ് പറയുന്നത്. ക്ലാസുകൾ ഫലപ്രദമാകണമെങ്കിൽ പ്രഥമാധ്യാപകരുടെ ക്ലാസ് മോണിറ്ററിംഗ് സംവിധാനം എപ്പോഴും ശക്തമായിരിക്കണം. സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി അഥവാ SMC. എന്താണ് SMC അഥവാ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി? അധ്യാപക രക്ഷാകർതൃ സംഘടന, അതായത് PTA, ക്ലാസ് PTA തുടങ്ങിയവയുടെ ഘടനയും പ്രവർത്തനങ്ങളുമാണ് ഇനിയുള്ളത് അല്ലേ. അധ്യാപക രക്ഷകർതൃ സംഘടന, PTA, ക്ലാസ് PTA തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളും മറ്റ് ഘടനകളും നമ്മൾ നോക്കേണ്ടതാണ്. 2009 വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിൽ പ്രവർത്തനം ആരംഭിച്ച സമിതികളാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റികളെന്ന് പറയുന്നത്. 2009 വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിൽ പ്രവർത്തനം ആരംഭിച്ച സമിതികളാണ് സ്കൂൾ മാനേജ്മെൻറ്റ് സമിതികൾ അഥവാ SMC എന്നത്. എത്ര കുട്ടികളിൽ കുറവുള്ള സ്കൂളുകളിലാണ് കൺവീനർ, ജോയിൻറ്റ് കൺവീനർ ഒഴികെ 16 പേർ SMCയിൽ ഉണ്ടായിരിക്കേണ്ടത്? 750 കുട്ടികളിൽ കുറവുള്ള സ്കൂളുകളിലാണ് കൺവീനർ, ജോയിൻറ്റ് കൺവീനർ ഒഴികെ 16 പേർ SMCയിൽ ഉണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നത്. 50 കുട്ടികളിൽ കൂടുതലുള്ള സ്കൂളുകളിൽ കൺവീനറും ജോയിൻറ്റ് കൺവീനറും ഒഴികെ 20 പേർ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. 50 കുട്ടികളിൽ കൂടുതലുള്ള സ്കൂളുകളിൽ കൺവീനറും ജോയിൻറ്റ് കൺവീനറും ഒഴികെ 20 പേർ ഉണ്ടാകണമെന്ന് നിഷ്കർഷയുണ്ട്. SMCയിലെ മൊത്തം അംഗങ്ങളിൽ മാതാപിതാക്കൾ
രക്ഷകർത്താക്കൾ, അതായത് കുട്ടിയുടെ മാതാപിതാക്കൾ അഥവാ രക്ഷകർത്താക്കളിൽ നിന്ന് 75% അംഗങ്ങൾ ഉണ്ടായിരിക്കണം. SC/ST വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ, ദുർബല വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ എന്നിവർ നിർബന്ധമായിട്ടും ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ബാക്കി 25% അംഗങ്ങൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർ, മുനിസിപ്പൽ കൗൺസിലർ, സ്കൂളിലെ അധ്യാപകരുടെ ഒരു പ്രതിനിധി, രക്ഷകർത്താക്കൾ തീരുമാനിക്കുന്ന സ്ഥലത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, സ്കൂൾ ലീഡർ തുടങ്ങിയവരാണ് ഉൾപ്പെടുന്നത്. SMCയിലെ ആകെ മെമ്പർമാരിൽ വനിതകളുടെ എണ്ണം എന്നത് 50%. SMCയിലെ ആകെ മെമ്പർമാരിൽ വനിതകളുടെ എണ്ണം ആകെ 50%. ചെയർമാൻ, ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, വൈസ് ചെയർപേഴ്സൺ എന്നിവർ രക്ഷകർത്താക്കളുടെ പ്രതിനിധി ആയിരിക്കണമെന്നാണ് പറയുന്നത്. ചെയർമാൻ, ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, വൈസ് ചെയർപേഴ്സൺ എന്നിവർ രക്ഷകർത്താക്കളുടെ പ്രതിനിധി ആയിരിക്കണം. ഹെഡ് മാസ്റ്റർ എക്സ് ഒഫീഷ്യോ മെമ്പറും കൺവീനറുമായിട്ടാണ് ഇവിടെ വരുന്നത്. ഹെഡ് മാസ്റ്റർ എക്സ് ഒഫീഷ്യോ മെമ്പറും കൺവീനറുമായിട്ടാണ് ഇവിടെ വരുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിൽ പ്രിൻസിപ്പൽ കൺവീനറും വൈസ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ജോയിൻറ്റ് കൺവീനറും ആയിരിക്കും. ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിൽ പ്രിൻസിപ്പാൾ കൺവീനറായിട്ടും വൈസ് പ്രിൻസിപ്പൽ അഥവാ ഹെഡ് മാസ്റ്റർ ജോയിൻറ്റ് കൺവീനറും ആയിരിക്കും. വിദഗ്ധ ഉപദേശത്തിന് 3 പ്രത്യേക ക്ഷണിതാക്കളെ SMCയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വിദഗ്ധ ഉപദേശത്തിന് 3 പ്രത്യേക ക്ഷണിതാക്കളെ SMCയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എന്നാൽ അവർക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 2 മാസത്തിലൊരിക്കലെങ്കിലും യോഗം ചേർന്നിരിക്കേണ്ടതാണ്. 2 മാസത്തിലൊരിക്കലെങ്കിലും യോഗം ചേർന്നിരിക്കേണ്ടതാണ്. സ്കൂൾ മാനേജ്മെൻറ്റ് പദ്ധതി അഥവാ SMCയുടെ ചുമതലകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അല്ലെ, സ്കൂൾ മാനേജ്മെൻറ്റ് പദ്ധതി അഥവാ SMCയുടെ ചുമതലകൾ എന്തെല്ലാമാണ്? വിദ്യാലയ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുക. വിദ്യാലയ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക. സ്കൂൾ വികസന പദ്ധതി SDP തയ്യാറാക്കുക, അത് നടപ്പിലാക്കുന്നതിന് ശുപാർശ നൽകുക. സ്കൂൾ വികസന പദ്ധതി അഥവാ SDP തയ്യാറാക്കുക, അത് നടപ്പിലാക്കുന്നതിന് ശുപാർശ ചെയ്യുക. സർക്കാർ പഞ്ചായത്ത് ഫണ്ടുകളും മറ്റ് ഏജൻസികളുടെ ഫണ്ടുകളും വിനിയോഗിക്കുന്നതിന് ഇവിടെ മേൽനോട്ടം നൽകുന്നു. സർക്കാർ വിവിധ ഫണ്ടുകൾ പഞ്ചായത്തിൻ്റെ ഫണ്ടുകളും മറ്റ് ഏജൻസികളുടെ ഫണ്ടുകളും വിനിയോഗിക്കുന്നതിന് ഇവിടെ മേൽനോട്ടം നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ച് പ്രാദേശിക സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അധ്യാപകർ സമയനിഷ്ഠ പാലിക്കുന്നുവെന്നും രക്ഷകർത്താക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുവെന്നും കുട്ടികളുടെ ഹാജർ, പഠനശേഷി, പഠന പുരോഗതി, മറ്റ് വിവരങ്ങൾ തുടങ്ങിയവ രക്ഷകർത്താക്കളെ അറിയിക്കുന്നുവെന്നും ഉറപ്പ് വരുത്തേണ്ടതാണ്. അധ്യാപകർ സമയനിഷ്ഠ പാലിക്കുന്നുവെന്നും രക്ഷകർത്താക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുവെന്നും കുട്ടികളുടെ ഹാജർ, പഠനശേഷി, പഠന പുരോഗതി, മറ്റ് വിവരങ്ങൾ തുടങ്ങിയവ രക്ഷകർത്താക്കളെ അറിയിക്കുന്നുവെന്നും ഉറപ്പ് വരുത്തേണ്ടതാണ്. സെൻസസ്, ദുരിതാശ്വാസ പ്രവർത്തനം, തിരഞ്ഞെടുപ്പ് ജോലി തുടങ്ങിയവ ഒഴിച്ചുള്ള വിദ്യാഭ്യാസ ഇതര ജോലികൾക്ക് അധ്യാപകരെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. സെൻസസ്, ദുരിതാശ്വാസ പ്രവർത്തനം, തിരഞ്ഞെടുപ്പ് ജോലി തുടങ്ങിയവ ഒഴിച്ചുള്ള വിദ്യാഭ്യാസേതര ജോലികൾക്ക് അധ്യാപകരെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതാണ്. വിദഗ്ധരുടെ സഹായത്തോടെ കുട്ടികളുടെ ഹാജരില്ലായ്മ, പഠന പുരോഗതി എന്നിവ മോണിറ്റർ ചെയ്യേണ്ടതാണ്. വിദഗ്ധരുടെ സഹായത്തോടെ കുട്ടികളുടെ ഹാജരില്ലായ്മ, പഠന പുരോഗതി എന്നിവർ മോണിറ്റർ ചെയ്യേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ടീച്ചർ ബാങ്കിൽ നിന്ന് 1 വർഷത്തിന് താഴെയുള്ള ഒഴിവുകളിലേക്ക് അധ്യാപക നിയമനം നടത്താവുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ടീച്ചർ ബാങ്കിൽ നിന്ന് 1 വർഷത്തിന് താഴെയുള്ള ഒഴിവുകളിലേക്ക് അധ്യാപക നിയമനം നടത്താവുന്നതാണ്. കൊഴിഞ്ഞുപോക്ക് പരിപൂർണമായും തടയുകയും 15 ദിവസം തുടർച്ചയായി ഹാജരാകാത്ത കുട്ടികളെ തിരിച്ചെത്തിക്കുന്നതിന് നടപടികൾ എടുക്കുകയും ചെയ്യേണ്ടതാണ്. കൊഴിഞ്ഞുപോക്ക് പരിപൂർണമായും തടയുകയും 15 ദിവസം തുടർച്ചയായി ഹാജരാകാത്ത കുട്ടികളെ തിരിച്ചെത്തിക്കുന്നതിന് നടപടികൾ എടുക്കുകയും ചെയ്യേണ്ടതാണ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, പ്രവേശനം നൽകാതിരിക്കൽ, സഹായങ്ങൾ യഥാസമയം നൽകാതിരിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെയും സർക്കാരിനെയും അറിയിക്കേണ്ടതാണ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, പ്രവേശനം നൽകാതിരിക്കൽ, സഹായങ്ങൾ യഥാസമയം നൽകാതിരിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെയും സർക്കാരിനെയും അറിയിക്കേണ്ടതാണ്. ക്ലാസ് PTA, മദർ PTA തുടങ്ങിയ മീറ്റിങ്ങുകൾ നടക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ക്ലാസ് PTA, മദർ PTA മീറ്റിങ്ങുകൾ നടക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾ ആരെല്ലാമാണ്? പഠന പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾ, പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് പരിശീലനം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി ഉച്ചഭക്ഷണ പരിപാടി മോണിറ്റർ ചെയ്യേണ്ടതാണ്. ഉച്ചഭക്ഷണ പരിപാടി മോണിറ്റർ ചെയ്യേണ്ടതാണ്. സ്കൂളിന് വേണ്ടി ലഭിക്കുന്ന തുക സംബന്ധിച്ച വരവ് ചെലവ് കണക്ക്, വാർഷിക അക്കൗണ്ട് എന്നിവ തയ്യാറാക്കേണ്ടതാണ്. സ്കൂളിന് വേണ്ടി ലഭിക്കുന്ന തുക സംബന്ധിച്ച വരവ് ചെലവ് കണക്ക്, വാർഷിക അക്കൗണ്ട് എന്നിവ തയ്യാറാക്കേണ്ടതാണ്. PTA-യുടെ ഘടനയും പ്രവർത്തനങ്ങളും. PTA-യുടെ ഘടനയും പ്രവർത്തനങ്ങളും എന്താണ്? അധ്യാപകരും രക്ഷകർത്താക്കളും അടങ്ങുന്ന ഒരു സമിതിയാണ് അധ്യാപക രക്ഷകർതൃ സംഘടന അഥവാ പേരന്റ് ടീച്ചർ അസോസിയേഷൻ എന്ന PTA.
PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ പദവികളിൽ രക്ഷിതാക്കളാണ് പ്രവർത്തിക്കുന്നത്. PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ പദവികളിൽ രക്ഷിതാക്കളാണ് പ്രവർത്തിക്കുന്നത്. സമിതിയുടെ കൺവീനർ, സെക്രട്ടറി സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. സമിതിയുടെ കൺവീനർ അല്ലെങ്കിൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. അക്കാദമിക് വർഷത്തിലെ ആദ്യ ജനറൽ ബോഡി യോഗം ജൂൺ 15 മുൻപായിട്ടാണ് കൂടേണ്ടത്. അക്കാദമിക് വർഷത്തിലെ ആദ്യ ജനറൽ ബോഡി ജൂൺ 15 മുൻപായാണ് കൂടേണ്ടത്. വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും ജനറൽ ബോഡി ചേരേണ്ടതാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാസത്തിൽ ഒരിക്കലെങ്കിലും ചേരേണ്ടതാണ്. സ്കൂളിൻ്റെ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കേണ്ടുന്ന സമയമാണ് ഇത്. പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ: സ്കൂൾ വികസന പരിപാടിയുടെ രൂപീകരണവും നടത്തിപ്പും മോണിറ്ററിങ്ങും പ്രധാനപ്പെട്ടതാണ്. റിസോഴ്സസ് മാപ്പിംഗ് നടത്തി ലഭ്യമാക്കുന്ന പ്രാദേശിക വിഭവങ്ങൾ കണ്ടെത്തുക. രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക. LSG ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അഥവാ SSK സമഗ്ര ശിക്ഷ കേരള എന്നിവയുടെയും മറ്റു വരുമാന സ്രോതസ്സുകളുടെയും ഫണ്ടുകൾ കണ്ടെത്തുക, പ്രയോജനപ്പെടുത്തുക, അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക, വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുക എന്നിവയെല്ലാം ഇതിൽ പെടുന്നതാണ്. കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ കണ്ടെത്തുകയും പരിഹാര പ്രവർത്തനങ്ങൾ പ്രാദേശിക പങ്കാളിത്തത്തോടെ തയ്യാറാക്കുകയും അവ നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യേണ്ടതാണ്. ഉച്ചഭക്ഷണ പരിപാടി പോഷക സമൃദ്ധമാക്കുന്നതിനും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ്. വിവിധതരം ലാബുകൾ, ലൈബ്രറി, മറ്റ് ഭൗതിക സൗകര്യങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതാണ്. ക്ലാസ്സിലെ അക്കാദമിക് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സൂക്ഷ്മതലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടുന്ന സമിതിയാണ് ക്ലാസ് PTA എന്ന് പറയുന്നത്. ക്ലാസ്സിലെ അക്കാദമിക ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സൂക്ഷ്മതലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടുന്ന സമിതിയാണ് ക്ലാസ് PTA അഥവാ CPTA എന്ന് പറയുന്നത്. സ്കൂളിലെ ഓരോ ഡിവിഷനിലും പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും ക്ലാസ് അധ്യാപകനും പ്രധാന അധ്യാപകനും കൂടിച്ചേർന്നതാണ് ക്ലാസ് PTA. സ്കൂളിലെ ഓരോ ഡിവിഷനിലും പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും ക്ലാസ് അധ്യാപകനും പ്രധാന അധ്യാപകനും കൂടിച്ചേർന്നതാണ് ക്ലാസ് PTA. CPTA പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് നോക്കാം. CPTA മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലാസ് PTA കൂടണം. കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്തി മികവുകളും പരിമിതികളും ചർച്ച ചെയ്യുകയും വേണം. CPTA പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലാസ് PTA കൂടണം. കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്തി മികവുകളും പരിമിതികളും ചർച്ച ചെയ്യുകയും വേണം. പൊതു അവതരണത്തിന് ശേഷം ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങൾ, പഠന പുരോഗതി എന്നിവ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഉൽപ്പന്നങ്ങൾ കാണാനും വിലയിരുത്താനും രക്ഷിതാവിന് അവസരം ഉണ്ടാകേണ്ടതാണ്. അടുത്ത മാസം ക്ലാസ് മുറിയിൽ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളുടെ രൂപരേഖ ക്ലാസ് PTAയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. രക്ഷകർത്താക്കൾക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ കുട്ടിയെ സഹായിക്കാൻ കഴിയുമെന്ന് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. രക്ഷിതാക്കളുടെ സഹായം ആവശ്യമുള്ള പരിപാടികളിൽ അവരുടെ സഹായം തേടേണ്ടതാണ്. പാഠ്യപദ്ധതിയെക്കുറിച്ച് രക്ഷകർത്താക്കൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കേണ്ടതാണ്. സ്കൂളുമായി ബന്ധപ്പെട്ട വിവിധതരം മാനേജ്മെൻറ്റുകളെക്കുറിച്ച് നോക്കാം. 1. സ്ഥാപന മാനേജ്മെൻറ്റ്, 2. ക്ലാസ് മാനേജ്മെൻറ്റ്, 3. ടൈം മാനേജ്മെൻറ്റ്, 4. മാനവ വിഭവശേഷി മാനേജ്മെൻറ്റ്. സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 തരം മാനേജ്മെൻറ്റുകളിലൊന്നാണ് സ്ഥാപന മാനേജ്മെൻറ്റ്, 2 ക്ലാസ് മാനേജ്മെൻറ്റ്, 3 ടൈം മാനേജ്മെൻറ്റ്, 4 മാനവ വിഭവശേഷി മാനേജ്മെൻറ്റ്. സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഹെഡ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? 1. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആസൂത്രണവും സംഘാടനവും നടത്തേണ്ടതുണ്ട്. 2. അധ്യാപക അനധ്യാപക വിഭാഗങ്ങൾക്കുള്ള ജോലി വിഭജിച്ച് നൽകേണ്ടതുണ്ട്. രക്ഷകർത്താക്കൾ, സമൂഹം, മേലധികാരികൾ എന്നിവയുമായുള്ള ആരോഗ്യകരമായ ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. സ്കൂൾ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ മീറ്റിങ്ങുകളുടെ സംഘാടനം നടത്തേണ്ടതുണ്ട്. സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ സംഘാടനവും നടത്തേണ്ടതായിട്ടുണ്ട്. ഭൗതിക സാഹചര്യങ്ങളുടെ വികസനവും അക്കാദമിക വിഭവ സമാഹരണവും നടത്തേണ്ടതുണ്ട്. അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ പ്രകടനത്തെ വിലയിരുത്തേണ്ടതുണ്ട്.
മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ പ്രധാനമായും നടക്കേണ്ടതും തയ്യാറാക്കേണ്ടതുമായ വിവിധ പ്രവർത്തനങ്ങൾ സാമഗ്രികളും എന്തെല്ലാമെന്ന് നോക്കാം. ഒന്ന്, അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. ചുമതല വിഭജനവും ടൈം ടേബിളുകളും തയ്യാറാക്കണം. പ്രതിവാര കലണ്ടറുകൾ തയ്യാറാക്കണം. വാർഷിക കലണ്ടറുകൾ തയ്യാറാക്കണം. ഫലപ്രദമായ രീതിയിൽ SRJ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പാണ് ഫലപ്രദമായ രീതിയിൽ SRJ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക. PTA, CPTA, ക്ലാസ് PTA, മദർ PTA മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ് യോഗങ്ങൾ എന്നിവ നടത്തുക. ഫലപ്രദമായ വിദ്യാലയത്തിനാവശ്യമായ ഭൗതിക അക്കാഡമിക സൗകര്യങ്ങൾ ഒരുക്കുക. വിദ്യാലയവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. സ്കൂൾ അസംബ്ലിയുടെ സംഘാടനം നിർവഹിക്കുക. സ്കൂൾ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഹാജർ ഉറപ്പാക്കുക. ഹാജരാകാത്ത അധ്യാപകർക്ക് പകരം ബദൽ സംവിധാനങ്ങൾ ഒരുക്കുക. ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസുകൾ നടക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള ക്രമീകരണം അഥവാ മോണിറ്ററിംഗ് നടത്തുക. ടീച്ചിങ് മാനുവൽ പരിശോധിക്കുന്നതിന്, ക്ലാസ് മോണിറ്ററിംഗ് പരിശോധിക്കുന്നതിന് ലാബ്, ലൈബ്രറി, ICT സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുക. മറ്റ് പഠന സാമഗ്രികൾ എന്നിവയുടെ ഉപയോഗങ്ങൾ മറ്റും ഉറപ്പുവരുത്തുക. അതായത് ടീച്ചിങ് മാനുവൽ പരിശോധന, ക്ലാസ് മോണിറ്ററിംഗ്, ലാബ്, ലൈബ്രറി, ICT സൗകര്യങ്ങൾ, മറ്റ് പഠന സാമഗ്രികൾ എന്നിവയുടെ ഉപയോഗം ഉറപ്പുവരുത്തുക. സ്റ്റാഫ് മീറ്റിങ്ങുകൾ യഥാസമയം നടത്തുക. അല്ലേ, പൊതുവിദ്യാലയങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കേരളത്തിൽ വിദ്യാലയങ്ങളെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ വിദ്യാലയങ്ങളെ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന്, സർക്കാർ സ്കൂളുകൾ, 2 എയ്ഡഡ് സ്കൂളുകൾ, 3 അൺഎയ്ഡഡ് സ്കൂളുകൾ. സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും പൊതുവിദ്യാലയങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും പൊതുവിദ്യാലയങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളാണ് നേരത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്നത് എങ്കിൽ എന്തായിരുന്നു, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് പ്രത്യേകം ഡയറക്ടറേറ്റുകളും പ്രത്യേകമായിട്ട് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ 1 മുതൽ 10 വരെ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. ഹയർ സെക്കൻഡറിക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനും പ്രത്യേകം ഡയറക്ടറേറ്റുകളും നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ 3 വിഭാഗങ്ങളും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ ലയിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഈ 3 വിഭാഗങ്ങളും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ ലയിപ്പിച്ചിരിക്കുകയാണ്. 2020-21 കേരളത്തിലുണ്ടായിരുന്ന സ്കൂളുകൾ എന്ന് പറയാൻ നേരത്ത് 12,986 സ്കൂളുകളാണുള്ളത്. അതിൽ സർക്കാർ സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4,697, അതായത് 36.17%. സർക്കാർ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂളുകളുണ്ട്. എയ്ഡഡ് സ്കൂളുകൾ എന്ന് പറയുന്നത് 7,214, അതായത് 55.55% ഉള്ളത്. ഇനി അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്, അതായത് പ്രൈവറ്റ് സ്കൂളുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 1,075 പ്രൈവറ്റ് സ്കൂളുകൾ, അതായത് 8.28% ഇവിടെയുള്ളത്. അപ്പർ പ്രൈമറി, ഹൈസ്കൂള് വിഭാഗങ്ങളെ അപേക്ഷിച്ച് ലോവർ പ്രൈമറി വിഭാഗത്തിലായിട്ടാണ് സർക്കാർ സ്കൂളുകൾ കൂടുതൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സർക്കാർ സ്കൂളുകൾ കൂടുതലും പ്രവർത്തിക്കുന്നത് LP സ്കൂളുകൾ എന്ന രീതിയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. 2ാം സ്ഥാനം കണ്ണൂരിനാണ്. മലപ്പുറം ജില്ലയിലെ സ്കൂളുകളുടെ എണ്ണം 1,570 2ാം സ്ഥാനം കണ്ണൂരിനാണ്. 1,311 കണ്ണൂരിലെ സ്കൂളുകളുടെ എണ്ണം. 3ാം സ്ഥാനം കോഴിക്കോടിനാണ്. 1,281. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകൾ ഉള്ളത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. 556. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല ഏതാണ്? അതും മലപ്പുറം ജില്ലയാണ്. 208. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളുമുള്ള ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏതാണ്? അത് വയനാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകൾ ഉള്ള ജില്ല വയനാട് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകൾ ഉള്ള ജില്ല ഏതാണ്? അത് കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകൾ ഉള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിൽ എയ്ഡഡ് സ്കൂൾ കുറവുള്ള ജില്ല വയനാടാണ്. കേരളത്തിൽ എയ്ഡഡ് സ്കൂൾ കുറവുള്ള ജില്ല ഏതാണ്? അത് വയനാട് ജില്ലയാണ്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല അത് മലപ്പുറം ജില്ലയാണ്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കുറവുള്ള ജില്ല വയനാട് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകളുള്ള ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകളുള്ളത് എറണാകുളം ജില്ലയാണ്. LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായിട്ട് ഏറ്റവും കുറവ് വിദ്യാർത്ഥികളുള്ള ജില്ല ഏതാണ്? അത് വയനാട് ജില്ലയാണ്. LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഏറ്റവും കുറവ് വിദ്യാർത്ഥികളുള്ള ജില്ല വയനാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉള്ള ജില്ല കൊല്ലം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉള്ള ജില്ല കൊല്ലം ജില്ലയാണ്. പാസീസ് അക്കാഡമി നൽകുന്ന LP UP സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.